അതെങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലാവാ? അവന്റെ സ്വന്താണോ അവൻ ഗൂഗിൾ? ആ സ്റ്റാഫിനൊക്കെ ന്യൂഡ് ഈ ബിസിനസ് പേജാന്ന് കണ്ടാൽ അറിയാം. ഈ ന്യൂഡ് പിക്ചേഴ്സ് ഇപ്പൊ വൺ ടൈം അയക്കുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ പ്രൈവറ്റ് പാർട്ടിന്റെ ഒക്കെ പിക്ചേഴ്സ് അയക്കുന്ന ഞരമ്പന്മാരുണ്ട്. സ്റ്റാഫ് എടുത്തിട്ട് മിത്തോട്ടാ ഇത് നോക്കിയാ ഇങ്ങനത്തെ. അപ്പൊ ഇതിനിടക്ക് കുറച്ച് 2 ആഴ്ച 3 ആഴ്ചയായിട്ട് ആയല്ലേ മരി ഒരു ചെക്കൻ അയച്ചു ഇങ്ങനത്തെ വൃത്തിയായിട്ട കുറെ മെസ്സേജ്. എപ്പോഴും ഞാനപ്പോഴും സംസാരമൊക്കെ മാറ്റിട്ട് എന്താ ചേട്ടാ പറയടാ കള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. അവസാനം 4 തെറിയും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പിന്നെ ശരിക്കും ഇത് തന്നെയാണോ? അങ്ങനെയല്ല, പിന്നെ ശരിക്കും മലയാളികളുടെ അങ്ങനത്തെ ഫോട്ടോ തന്നെയാണോ അയക്കുന്നത്? അല്ലാതെ എങ്ങനത്തെ മലയാളികൾക്ക് വേറെ തന്നെ ഉണ്ടോ? ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലത്തെ കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ല പറ്റിക്കാനേ മലയാളികളുടെ അങ്ങനത്തെയാണോ പറ്റിക്കാനേ ഈ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിടില്ലേ? ഗൂഗിളിൽ നിന്നൊക്കെ ന്യൂഡ് ഫോട്ടോ ഒക്കെ എടുത്തിടില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചോദിക്കാല്ലേ, നീ ഡയറക്റ്റ് ആയിട്ട് ചോദിക്ക്. നീ വളഞ്ഞു പിടിക്കുമ്പോഴാ പ്രശ്നം. അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആൺപിള്ളേർക്ക് പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ അതെങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലാവാ? അവന്റെ സ്വന്താണോ അവൻ ഗൂഗിൾ? ഇത് കട്ട് ചെയ്യരുത്, ഇത് ഇടണം. ഇവിടെ മണ്ടത്തരത്തൊക്കെ അവന്റെ ശരിക്കുള്ളതാണ് അയച്ചത്. ഗൂഗിൾ മിൻഷക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ കുറച്ച് പാടും. അത് ഞാനില്ല, അത് വളഞ്ഞു കിട്ടിയാൽ ഞാനത് ക്ലിയർ ആക്കി വരുവായിരുന്നു. എടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ അയക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അവൻ എങ്ങനെയാന്നുള്ളത്. അത് ശരിയാ. എടാ നീ സീരിയസ് ആവണ്ട. എനിക്ക് മനസ്സിലായി, അതെനിക്ക് എന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്നറിയാ, അവന്റെ ഒറിജിനൽ ആണോ എനിക്ക് എങ്ങനെ മനസ്സിലാകും? അത് ശരിയാ, 100% ശരിയാ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാ. അത് വിടാതെ നമുക്ക് അത് വിടാം. സൈറ്റിൽ ആൺപിള്ളേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയക്കാറുണ്ട് മോശം മെസ്സേജും ഇതൊക്കെ, ഡ്യൂപ്ലിക്കേറ്റ് അയക്കുന്നതല്ലേ വൺ ടൈം ഇതൊക്കെ. പക്ഷെ അതൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളൊക്കെ നമുക്ക് നെറ്റ് അതുപോലത്തെ ഒക്കെ അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല ഇനി ഞാൻ അങ്ങനെ ഫോട്ടോ വരുമ്പോ ഞാൻ ചോദിക്കാം, ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണോ നിന്റെ ഒറിജിനൽ ആണോ എന്നിട്ട് ആൻസർ കൊടുക്കാം. എങ്ങനെയുണ്ട്? അത് വിടാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ഞരമ്പന്മാരുണ്ടല്ലോ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇത് ഫണ്ണി ആയിട്ടാണെങ്കിലും കാണുന്ന ഈ സ്റ്റാഫിന്റെ ഒക്കെ അവസ്ഥയെ, എന്റെ സ്റ്റാഫ് എന്ന് പറയുന്നതല്ലേ ആക്ച്വലി, ഒന്ന് എന്റെ സിസ്റ്റർ, ഒന്ന് ഇവളുടെ സിസ്റ്റർ, ഒന്ന് എന്റെ ഏടത്തിയമ്മ, ഒന്ന് എന്റെ ഇളയമ്മ. ഇത്രയാണ് സ്റ്റാഫ്. ജോലി കൊടുക്കണം അല്ല, ഇവരൊക്കെ വീട്ടമ്മമാരാണ്. അപ്പം ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി അവരോട് ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വരുമ്പം ഒറിജിനൽ ആണോ ഡൗൺലോഡഡ് ആണോ എന്ന് ചോദിക്കാൻ പറയാം. പക്ഷെങ്കിൽ പെൺകുട്ടിയൊക്കെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നിസ്സാരാണ്. മോർഫിങ് എന്താണെന്ന് നമുക്കറിയാം, ഒറിജിനൽ എങ്ങനെ കാണും. ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലത്തെ ജോക്ക് ആണെങ്കിലും കൂടി അങ്ങനത്തെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ അറിയാം. അപ്പം പക്ഷെ ചില പെൺകുട്ടിയൊക്കെ അങ്ങനെയല്ല, ഇത് കണ്ട ഷോക്കാന്ന് കുട്ടികളും പേടിച്ചു പോകും. ചില ആൾക്കാർ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്ന്, ഇനിയിപ്പം ചിലപ്പം അത് വന്നത് ആ കുട്ടി നോക്കുന്ന അതേ സമയമായിരിക്കും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ബ്രദറോ വന്ന് കാണും, ഇവളെന്തിങ്ങനെ പല തെറ്റിദ്ധ. അത് ചില ആൾക്കാർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എല്ലാരും ബോൾഡായി നിൽക്കാന്നല്ല, ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും തന്നെ അതിന്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അന്വേഷിച്ച്, അതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിലേക്കാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഭയങ്കര പോസിറ്റീവ്